അപ്പം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ നീര് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവോള അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്, പിന്നെ ഇത് ചുവന്ന മുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ്, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കറിവേപ്പില, എണ്ണ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത്തിരി കറിവേപ്പില കൊടുക്കാം. ഓരോ കഷ്ണം രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയും കൂടി നമുക്ക് അതേപോലെ വറുത്തെടുക്കാം. അതും കൂടി നമുക്ക് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് സവോള കുത്തി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. പച്ചമുളകും 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിലുണ്ടാക്കിയ കെച്ചപ്പ് തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് ടൊമാറ്റോ കെച്ചപ്പ്.
ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ നേരത്തെ തന്നെ ഉപ്പിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിലേക്കുള്ള ഉപ്പ് മാത്രം മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വെക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റംദാൻ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ കൊണ്ടാട്ടം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.